what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind. അതുകൊണ്ട് എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു തട്ടിക്കൂട്ടൽ ബർത്ത്ഡേ പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് ഞാൻ എല്ലാം കളർ ചെയ്ത് വെച്ച് എല്ലാം സെറ്റാക്കി ഒരു കയറിലിങ്ങനെ ഒട്ടിച്ച്. കാരണം പശയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചു. ഇത് ചെയ്യുന്ന ടൈമും ഇച്ചേൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 11 തൊട്ട് 9 വരെയാണ്. ഈ ടൈമിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ചെയ്തിട്ട് ഞാൻ കൊണ്ട് ഒളിച്ച് വെക്കും, കാരണം കണ്ടുപിടിച്ചാൽ പിന്നെ പോയില്ല, സർപ്രൈസൊക്കെ പൊളിയും. അതുകൊണ്ട് കണ്ടുപിടിക്കാത്ത രീതിയിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഒളിച്ച് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ കണ്ടിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. അതെല്ലാം സെറ്റ് ചെയ്ത് ഒട്ടിച്ച് രാവിലെ വെച്ചാൽ പിന്നെ 9 ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ രാത്രി 2 മണിക്ക് പോകണം കേട്ടോ. അപ്പോൾ 2 മണി ഡ്യൂട്ടിക്ക് പോയിട്ട് 11:30 വരുള്ളൂ. അപ്പോഴത്തേനും ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് ഹാപ്പി ബർത്ത്ഡേ ചാന്നൊക്കെ എഴുതി ഒട്ടിച്ച്. പിന്നെ ഞാൻ മുകളിലത്തെ ഷോപ്പിൽ പോയിട്ട് പായസം മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കേക്ക് ഓർഡർ ചെയ്ത് അവർക്ക് കൊണ്ടുതരാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ കേക്കൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഞാൻ പായസം വെച്ചു. പായസം വെക്കാൻ എനിക്കറിയില്ലായിരുന്നു. പിന്നെ പായസം മിക്സ് ഉണ്ടായിരുന്നു, അത് മേടിച്ച് ഞാൻ പായസം വെച്ചു കേട്ടോ. പിന്നെ ജസ്റ്റ് ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ച് ചെറുതായിട്ടൊരു സെലിബ്രേഷൻ. കാരണം കേക്ക് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ അവർ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമമായി. കാരണം കേക്ക് ഇല്ലാണ്ട് എന്ത് ബർത്ത്ഡേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടി ഒന്ന് ആഘോഷിച്ചു. എല്ലാം സെറ്റാക്കി എന്താ ഞാൻ വിളിച്ചു പറഞ്ഞു, തക്കോ റെഡി ആയി നിൽക്കണം, നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞേ. അപ്പോഴത്തേനും ഞാൻ റെഡി ആയി നിന്ന് അപ്പോഴത്തേനും പുറത്ത് വന്നു. ഞാൻ സൗണ്ടൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ഡോറിങ്ങനെ തട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. അപ്പോൾ ഡോറ് തട്ടിയിട്ട് തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോഴത്തേനും ഞാൻ വെച്ച് വേഗം കയറി വന്ന ആൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു, ഫോണിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അകത്തോട്ട് കയറുകയാണ്. വേഗം ഫോണിൽ വർത്താനം പറഞ്ഞ് ആ വഴി അങ്ങനെ കയറി വന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് നല്ലോണം ഞെട്ടി. പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഞെട്ടി കേട്ടോ. കാരണം ഞാൻ ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പിന്നെ വേഗം ഞാൻ ബെഡിൽ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നോക്കെന്ന് പറഞ്ഞിട്ട് നോക്ക്. പെട്ടെന്ന് ഇത് കണ്ട പാടെ നല്ലോണം ഞെട്ടി. കാരണം ഇതൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു, ഷർട്ടും ടീഷർട്ടും എല്ലാം ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ നല്ലോണം ഞെട്ടിയേ.
പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കഴിച്ച് കഴിഞ്ഞപ്പോഴയ്യോ വീഡിയോ എടുത്തില്ല എന്ന് ഓർത്തത്. പിന്നെ ഞങ്ങൾ വണ്ടി നന്നാക്കാനുണ്ടായിരുന്നു. അതൊക്കെ നന്നാക്കിയിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കിവിടെ ഒരു പട്ടിമറ്റടുത്ത് തന്നെ ഒരു കമ്പനീൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. കിറ്റക്സ് കമ്പനീൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല റേറ്റ് കുറവായിരിക്കും സാധനങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് പോകുന്ന കരുതി ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്ന് വെച്ചിട്ട്. കാരണം ലുങ്കിയും കാര്യങ്ങളൊക്കെ നല്ല റേറ്റ് കാരണം ഫാക്ടറി ഔട്ട്ലെറ്റാണ്. അപ്പോൾ നല്ല റേറ്റ് കുറവുണ്ടാകും പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കിറ്റക്സ് ഗാർമെൻസിൻ്റെ ഫാക്ടറി. ഇത് ഗേൾസിൻ്റെ ഹോസ്റ്റലാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഗേൾസിൻ്റെ ഹോസ്റ്റലാണ്. നമ്മൾ നേരെ വരുമ്പോഴത്തേനും തൊട്ട് നേരെ ഫ്രണ്ടേജ് കാണാം കേട്ടോ. ഫ്രണ്ട് ഗേറ്റ് കാണാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഫുള്ള് സംഭവങ്ങൾ നമുക്കൊന്നും കയറാൻ പറ്റില്ല. ഫുള്ള് ഫാക്ടറിയും കാര്യങ്ങളും ഓഫീസൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഔട്ട്ലെറ്റ് എത്തി. അപ്പോൾ ജസ്റ്റ് അവിടെ കയറുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു പോന്നു. പിന്നെ രാത്രി ആയപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി. രാത്രി ഒരു ഹോട്ടലിലാട്ടോ ചെന്നത്. പെട്ടെന്ന് ഫുഡ് കഴിക്കണം പ്രതീക്ഷിച്ച് പോയതല്ല. പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പം ദോശ കഴിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ദോശയൊന്നും ഇല്ലായിരുന്നു, ചപ്പാത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി മേടിച്ചു. പിന്നെ എന്നോട് ഒരു മൊജിറ്റോ വെച്ചിട്ടുണ്ടാകും വെച്ചാൽ ഞാൻ മൊജിറ്റോ കഴിക്കാത്തതുണ്ടെങ്കിൽ മൊജിറ്റോയും കൂടെ ഓർഡർ ചെയ്ത് മേടിച്ചു തന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇച്ചയുടെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്